ബൽറാം നേരത്തെ പറഞ്ഞു വന്നത് ഇന്ത്യ സസൂക്ഷ്മം ഈ കാര്യങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട് എന്നതാണ്. കാരണം ഈ രാജ്യങ്ങളുമായി വലിയ സൗഹൃദം പങ്കിടുന്ന രാജ്യമാണ് ഇന്ത്യ. മാത്രമല്ല ഈ പറയുന്ന ഒരു ഡയസ്പോറ അത് വലിയ രീതിയിൽ ആ മേഖലകളിലാകെ ഉണ്ട്. ഇന്ത്യൻ ഡയസ്പോറ എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ ജോലിക്കായി താമസിക്കുന്ന ഒരിടം കൂടിയാണ് ഈ രാജ്യങ്ങളെല്ലാം തന്നെ. അപ്പോൾ ഈ നയതന്ത്രപരമായ ബന്ധം അതിലൂടെ എന്തൊക്കെ കാര്യങ്ങൾ കൃത്യമായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന് ലഭിക്കുന്നുണ്ട് ഈ GCC രാജ്യങ്ങളിൽ നിന്നും? പ്രജിൻ, നിലവിൽ ഇപ്പോൾ ഈ രാജ്യങ്ങളിലുള്ള സംഘർഷം നിലനിൽക്കുന്ന രാജ്യങ്ങളിലുള്ള ഇന്ത്യൻ എംബസിയുമായി വിദേശകാര്യ മന്ത്രാലയം നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. സാഹചര്യം സംബന്ധിച്ചുള്ള ഓരോ നിമിഷവുമുള്ള അപ്ഡേറ്റുകൾ അത് കൃത്യമായി തന്നെ അവലോകനം ചെയ്യപ്പെടുന്നുണ്ട്. എന്തെങ്കിലും അടിയന്തര സാഹചര്യമോ ഇടപെടേണ്ട ആവശ്യമോ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഇടപെടലിന് ആവശ്യമായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഇതോടൊപ്പം തന്നെ ഇന്ത്യ ഈ വിഷയത്തിൽ സംഘർഷം അവസാനിപ്പിക്കാൻ സമവായ ചർച്ചകൾക്കും ഉള്ള സാധ്യതകൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ചേർന്ന ഉന്നതതല യോഗത്തിൽ അവലോകനം ചെയ്തിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിൽ ഒരു വാതിൽ തുറന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പ്രതിസന്ധിയായി നിൽക്കുന്നത്. അത് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കനേഡിയൻ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ തന്നെ സമാധാനത്തിനായുള്ള ഇന്ത്യയുടെ സന്ദേശമാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. മേഖലയിലെ ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് ഈ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് ആവശ്യമായ ഇടപെടലുകൾ എല്ലാവരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ താല്പര്യം ഇന്ത്യ പ്രകടിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ വിഷയത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നയതന്ത്ര ഇടപെടലിന് സാധ്യത തെളിയുകയാണെങ്കിൽ ആ ഘട്ടത്തിൽ ഇടപെടാം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് എത്തിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ നിലവിൽ ഈ മേഖലയിലുള്ള ഇന്ത്യക്കാരുടെ, ഇന്ത്യൻ വിദ്യാർത്ഥികളുടേതടക്കമുള്ളവരുടെ സുരക്ഷയും അവർക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു അടിയന്തര സഹായമോ ആവശ്യമെന്നാൽ അതിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കണമെന്നും സഹായം ആവശ്യമെങ്കിൽ ആ സഹായം എത്തിക്കണമെന്നും ഇന്ത്യൻ എംബസികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം എന്നുള്ളത് ഈ മേഖലകളുമായി സൗഹൃദപരമായ ബന്ധം നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യൻ വംശജരുടെ വലിയ സാന്നിധ്യം ഇന്ത്യക്കാരുടേത് അവിടങ്ങളിലുണ്ട് എന്നതോടൊപ്പം തന്നെ ഇന്ത്യയുമായി മികച്ച വ്യാപാര ബന്ധമുള്ള രാജ്യങ്ങൾ കൂടിയാണ് ഈ മധ്യപൂർവേഷ്യൻ മേഖലയിലുള്ള രാജ്യങ്ങൾ എന്നുള്ളത്. ഈ ഒരു സംഘർഷം ഇന്ത്യയുടെ വാണിജ്യ മേഖലയെയും വലിയ തോതിൽ തന്നെ ബാധിച്ചിട്ടുണ്ട്. ഇന്ധന വില വർധനവും ഇടയാക്കിയിരിക്കുന്നു. ഇതെല്ലാം തന്നെ എത്ര നാൾ നീണ്ടു നിൽക്കും എന്ന് പറയാൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയിലേക്കാണ് നിലവിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വശം കൂടി വിശദമായി ചർച്ച ചെയ്യാനും അതിന് എങ്ങനെ പരിഹാരം കണ്ടെത്താം എന്നുള്ള ചർച്ചകൾക്കും തീരുമാനമായിരിക്കുന്നു. വിദേശകാര്യ മന്ത്രാലയം, വാണിജ്യ വ്യവസായ മന്ത്രാലയം, ഒപ്പം തന്നെ കയറ്റുമതിക്കാർ എന്നിവരുടേതായി ഒരു സംയുക്ത യോഗം വിളിച്ച സാഹചര്യങ്ങൾ വിശദമായി തന്നെ അവലോകനം ചെയ്യാനുള്ള നിർദ്ദേശവും കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ തീരുമാനമായി എടുത്തിട്ടുണ്ട്. ആ യോഗവും ഉടൻ തന്നെ നടക്കും. നിലവിൽ ഇപ്പോൾ സാഹചര്യങ്ങൾ ഇന്ത്യ സൂക്ഷ്മമായി തന്നെ വിലയിരുത്തുകയാണ്. ഇടപെടേണ്ട ആവശ്യമുണ്ടായാൽ ഇടപെടുക സമാധാന ശ്രമങ്ങൾക്കായി. ഒപ്പം തന്നെ ഇന്ത്യക്കാരുടെ സുരക്ഷയൊരുക്കാൻ ആവശ്യമായുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഈ രണ്ടൊരുക്കങ്ങളും രാജ്യം പൂർത്തീകരിച്ചിട്ടുണ്ട്. പ്രജിൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.